കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാകാൻ തുടങ്ങി, അക്യുറേറ്റ് ആകാൻ തുടങ്ങി. കാരണം ട്രേഡിൻ്റെ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരികയും അതിനകത്ത് അമേരിക്ക എന്തൊക്കെയാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ഓരോന്നായിട്ട് അത് പുറത്താകുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ളവർക്ക്, അതേപോലെ തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന RSS ചമ്മിയിരിക്കുകയാണ്, വെടി തീർന്നിരിക്കുകയാണ്, മിണ്ടാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരു സിംറ്റംസ് മോദി നേരത്തെ ഒരു ഹിൻഡ് തന്നു. അത് പല ആളുകൾക്കും മനസ്സിലായില്ല, പക്ഷെ എനിക്കത് പിടികിട്ടി ഈ സംഭവം എന്തുവാണെന്ന്. RSSൻ്റെ 100ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം, അതിനെ തുടർന്ന് മോഹൻ ഭാഗവത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ നടന്ന സമയത്ത് ലോകത്തില്ലാത്ത രീതിയിൽ മോദി RSSൻ്റെ ചീഫിനെ പുകഴ്ത്തുന്നു. വലിയ രീതിയിൽ RSSനെ വലിയ സംഭവമായിട്ട് മാറ്റുന്നു. അന്നേ ഞാൻ കണക്ക് കൂട്ടി, ആ സമയത്ത് 6ാമത്തെ റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ഡീല്. അന്നേ എനിക്ക് പിടികിട്ടി ഇതിനകത്ത് എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് കൃത്യമായിട്ട്. കാരണം 6ാമത്തെ റൗണ്ട് ഡിസ്കഷൻ കഴിയുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ടീമും, അതായത് BJPയുടെ ഇന്ത്യൻ ടീം, ഇന്ത്യൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച നെഗോഷിയേറ്റ് ചെയ്യുന്ന ടീം പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിൽ അവർ അമേരിക്കൻ ഡോട്ട് ലൈനിൽ ഒപ്പിട്ട് കൊടുത്തു. അതാണ് കാരണം. പിന്നീട് വീണ്ടും ട്രംപ് അവിടെ കൈവച്ചിരുന്നു. വൈറ്റ് ഹൗസിൽ ട്രംപിൻ്റെ ടേബിളിൻ്റെ മുമ്പിലായിരുന്നു അതവിടെ ഇരിക്കട്ടെ വിചാരിച്ചു. പിന്നീട് ട്രംപ് എഴുതി അങ്ങോട്ട് കൂട്ടി പലതും, അതായത് നെഗോഷിയേറ്റ് ചെയ്യാത്ത പല വിഷയങ്ങളും. അത് ചിലപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അന്ന് ട്വീറ്റ് ചെയ്യുന്നതിന് മുമ്പ് രാത്രിയിൽ ഫെബ്രുവരി 2-ാം തീയതി ഒന്ന് ജസ്റ്റ് പറഞ്ഞു കാണും, ഇന്നതൊക്കെ ഞങ്ങൾ അഡീഷണൽ സാധനങ്ങളോടെ കയറ്റുകയാണ്, അതനുസരിച്ച് അങ്ങ് പോകണം, അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് സംഭവിച്ചത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 56 ഇഞ്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർക്കും കീഴടങ്ങില്ല. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്ത്യ അല്ല, നരേന്ദ്രൻ്റെ ഇന്ത്യയാണ്. കുന്തമാ, പച്ച മലയാളത്തിൽ പറയാൻ കുന്തം. ഇതൊക്കെ പാടിപ്പുകഴ്ത്തിയ ചില യൂട്യൂബേഴ്സ് ഉണ്ട്, ചില സാറ്റലൈറ്റ് ചാനലുണ്ട്, മലയാളത്തിലെ ചില മീഡിയയുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവന്മാരോട് ചോദ്യര്, നിങ്ങൾ എത്ര ശതമാനം ട്രാൻസ്പെറൻ്റായിട്ട് ഈ രാജ്യത്തിന് വേണ്ടിയാണ്, എന്ത് സത്യമാണ് പറയുന്നത്? അതുപോലും ചോദിക്കാൻ കഴിയാത്ത പ്രേക്ഷകരും ഇന്ത്യക്കാരുമാണ് ഇന്ത്യക്കുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു RSS അനുഭാവിയാണ്, BJP അനുഭാവിയാണ്, ഒരു മോദി ഭക്തൻ കൂടിയാണ്, മലയാളിയാണ്, വിദേശത്ത് ജോലി ചെയ്യുന്നത്, അതായത് ഖത്തറിൽ ജോലി ചെയ്യുന്നയാൾ. എന്നോടൊപ്പം പിണങ്ങിയിരിക്കുമായിരുന്നു മറ്റേ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹം 3-4 കോൾ ചെയ്ത് അവസാനം ഞാൻ സംസാരിച്ചു. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ആദ്യം ഒന്നും വിശ്വസിക്കാൻ കഴിയത്തില്ല, പക്ഷെ ഇതൊക്കെ അക്ഷരം പ്രതി ശരിയായി വരികയാണ്. ഇപ്പം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ നിങ്ങൾക്കറിയോ? അതായത് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കും. ഞാൻ ഡൽഹിയിലാണ് എൻ്റെ ഈ പ്രൊഫഷൻ ചെയ്യുന്നത്, അല്ലാതെ കേരളത്തിലൊരു മൂലയ്ക്കിരുന്ന് ഒരു മുറിക്കാതിരുന്നല്ലേ ചെയ്യുന്നത്. എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പല ആൾക്കാരെ അറിയാം, പല ആളുകളെ അറിയാം. മോദിയുടെ അടുത്ത ആൾക്കാരെ അറിയാം, RSSൻ്റെ അകത്തെ ആൾക്കാരെ അറിയാം, പുറത്തെ ആൾക്കാരെ അറിയാം, കോൺഗ്രസിൻ്റെ അകത്തെയും പുറത്തെ ആൾക്കാരെ അറിയാം, ഈ സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അറിയാം, സർവീസിലുള്ളവരെ അറിയാം, വളരെ ഓണസ്റ്റായിട്ട് ഇന്ത്യക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നവരെ അറിയാം. ഇവരൊക്കെ ഓരോ ഫീഡ്ബാക്ക് തരും. എന്താണ് ഈ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്? ഇതാണതിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്ന സംഭവം. വ്ളാദിമിർ പുടിൻ ഇന്ത്യയിൽ വന്നു, നിങ്ങൾ കണ്ടു കാണും. ഇന്ത്യൻ പ്രധാനമന്ത്രി
എയർപോർട്ടിൽ പോകുന്നു. അതായത് ക്രിസ്റ്റ കാറിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പുടിനുമായിട്ട് സെൽഫി എടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾ വാർത്തയും വായിച്ചിട്ടുണ്ട്, ഏകദേശം 10ഓളം ഇൻ്റർ ഗവൺമെൻറ് ഡീലുകളാണ് സൈൻ ചെയ്തത്. 16ഓളം ട്രേഡും മറ്റുള്ള കാര്യങ്ങളും കൊമേഴ്ഷ്യൽ കാര്യങ്ങളും സൈൻ ചെയ്തു. ഏകദേശം 26 ഡീലുകൾ സൈൻ ചെയ്തു. ആരുമായിട്ട്? വ്ളാദിമിർ പുടിനുമായിട്ട്. അന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു, ഇതൊരു പുല്ലും നടക്കാൻ പോകുന്നില്ല. നടക്കാത്തതിൻ്റെ കാര്യം, നിങ്ങൾ പുടിനുമായിട്ടടുത്ത് ഡീല് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം, അമേരിക്ക നമ്മളെ ഒരു ദൂരെ കളയും. അമേരിക്ക നമ്മളെ എടുത്ത് ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാനൊരു വഴിയില്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ റഷ്യ എന്ന് പറഞ്ഞ് ഈ വാറുമായി ബന്ധപ്പെട്ട് അവൻ്റെ വെടിതീർന്നിരിക്കുക. അവരവിടെ എന്ത് സാധനമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്? പുടിന് വാഗ്ദാനം കൊടുത്തു, ഞങ്ങൾ ആര് ഓയിൽ മേടിച്ചില്ലെങ്കിലും ഞങ്ങൾ ഓയിൽ മേടിക്കും, അത് കണ്ടിന്യൂ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്കൊരു പരിധി വരെ പറ്റുകയുള്ളൂ. ഡൊണാൾഡ് ട്രംപ് എന്ത് തീരുമാനിക്കുന്നു അതയാൾ നടത്തും. അയാൾ പൊട്ടനൊന്നുമല്ല. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റിന്, എൻ്റെ ചോദ്യം നിങ്ങളോട് പ്രിസൈസ് ചോദ്യമാണ്, ഇതേ രീതിയിൽ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ പറ്റിയോ? ഇത്രയും നിങ്ങൾ എടുക്കുക, 10-60 വർഷം എടുക്കുക. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സ്വപ്നമായിരുന്നു ഇന്ത്യയെ മടക്കി കൂട്ടുക എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഡിപ്ലോമസി, അമേരിക്കൻ ഡിപ്ലോമസിയും ഇന്ത്യൻ ഡിപ്ലോമസിയൊക്കെ ഡെപ്തായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എക്സാക്റ്റ് ആയിട്ടുള്ള ചരിത്രമാണ്. പല അമേരിക്കൻ പ്രസിഡന്റുമാരും ഇന്ത്യയെ പല രീതിയിൽ അവരുടെ പൂർണ്ണമായിട്ടും പക്ഷത്ത് നിർത്താൻ നോക്കി. പക്ഷെ അവിടെയൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഇന്ദിരാഗാന്ധി ആണെങ്കിലും നരസിംഹറാവു ആണെങ്കിലും ഇന്ത്യ ഭരിച്ച ഏത് പ്രധാനമന്ത്രി, ഇൻക്ലൂഡിങ് ഇന്ത്യയുടെ അടൽ ബിഹാരി വാജ്പേയി ആണെങ്കിലും ഇന്ത്യയുടെ ഒരു നയമുണ്ട്. ആ നയം എന്ന് പറയുന്നത് ആർക്കും അടിമയാകേണ്ട ഒരു സോവറിൻ രാജ്യമാണ്. ആ രാജ്യം മുന്നോട്ട് പോകും. അതിനെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്തിരുന്നു RSS. ചില കാര്യങ്ങളിൽ എനിക്ക് RSSനോട് വിയോജിപ്പുണ്ട്, ചില കാര്യങ്ങൾ കൃത്യമായിട്ട് വിയോജിപ്പുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ദേശീയത, അതേപോലെ തന്നെ മേക്കിംഗ് ഇന്ത്യ, അതായത് സ്വദേശി ജാഗരൺ മഞ്ച്, അതായത് ഈ സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുക, ഇന്ത്യ സെൽഫ് റിലയൻ്റ് ആവുക, അതായത് നമ്മൾ സ്വയം പര്യാപ്തമാകുക, അതുമായിട്ട് എനിക്ക് സീനിയറായിട്ടുള്ള RSS ലീഡേഴ്സിനെ അറിയാം. ഇതൊക്കെ നോക്കുകയും കാണുകയും ചെയ്യുന്നവർ. അവർക്കൊന്നും ഇത് ഒരു കാരണവശാലും മോദി ഗവൺമെൻറ്റിൻ്റെ ഈ പോക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ബിഗ് സീറോയാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. കാരണം മോദിയുടെ കയ്യിലാണ് ഇത് മുഴുവനും. RSSൻ്റെ നിർദ്ദേശം, ആരാണ് BJPയുടെ നാഷണൽ പ്രസിഡന്റ്, അതുപോലും പുല്ല് രൂപത്തിൽ മോദി ഒരു ദൂരെ കളഞ്ഞു. അത് പറ്റില്ല, മോദിയുടെ ആൾ വരും. ഇതാണ് സംഭവം. ഇനി ഞാനൊരു പോയിന്റ് കൂടെ പറയാം. അവസാനം പുടിനുമായിട്ട് ഉണക്കായി. ദ ഗ്രേറ്റ് പുടിൻ എന്തൊക്കെ രീതിയിലുള്ള വാഗ്ദാനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പുടിന് കൊടുത്ത്. ഒരെണ്ണം പോലും നടക്കത്തില്ല. ഒരെണ്ണം പോലും നടക്കത്തില്ല. അവൻ്റെ കഷ്ടകാലമാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യയിൽ. ഇപ്പം ഇതിനകത്ത് എനിക്ക് ചില നിർദ്ദേശങ്ങളല്ല, എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളുണ്ട്. കാരണം ഞാൻ നിർദ്ദേശിക്കാൻ ഞാൻ വലിയ ആളൊന്നുമല്ല. അതായത് പൂർണ്ണമായിട്ടും ഈ റഷ്യയിൽ നിന്ന് പൂർണ്ണമായിട്ട് അതിൻ്റെ മാറ്റം അങ്ങനല്ല. അവരെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സഹായിക്കുന്ന രീതിയിലോട്ട് നമ്മൾ ചെയ്യണം. അതായത് നിങ്ങൾ ചൈനയെ നോക്കുക. അപ്പോൾ ചൈനയ്ക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. കാരണം ചൈനയെ നോക്കുക, മറ്റുള്ള രാജ്യങ്ങളെ നോക്കുക, ടർക്കിയെ നോക്കുക, ചില യൂറോപ്യൻ രാജ്യങ്ങളെ നോക്കുക. അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രഷർ ഇന്ത്യയുടെ മുകളിലും മോദിയുടെ മുകളിൽ ഇതേപോലെ റഷ്യൻ, അതായത് ഒരു സാധനം വാങ്ങരുത്, ഒരു ഡീലും പാടില്ല റഷ്യയോട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ അറിയാൻ സാധിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോട് കൃത്യമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു, നിങ്ങൾ ബ്രിക്സിൻ്റെ അകത്ത് അംഗമായിക്കോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ
അമേരിക്കൻ ഡോളറിനെ വെച്ചുള്ള ബ്രിക്സിൻ്റെ പരിപാടി നിർത്തിയില്ല എങ്കിൽ ഇന്ത്യയോട് കൃത്യമായിട്ട് പറഞ്ഞു തൊലച്ചു കളയെന്ന് പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. അപ്പം ഈ സംഭവങ്ങൾ ടോക്സൊക്കെ ഉണ്ടായി. അതിൻ്റെ പേരിലാണ് ചൈനയാണെങ്കിൽ റഷ്യയാണെങ്കിൽ പാകിസ്ഥാനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കൂ, വരാൻ പോകുന്ന 1-2 വർഷത്തിനുള്ളിൽ ഇന്ത്യ ബ്രിക്സിൽ നിന്നും എക്സിറ്റ് ആകും. 100% എക്സിറ്റ് ആകും. ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് 7 കൺട്രീസ്, അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അത് G7 എന്നായി പറയുന്നത്. ചിലപ്പം അതിനകത്തോട്ട് G8 രാജ്യമായിട്ട് ഇന്ത്യയെ കൊണ്ടുവരും അമേരിക്ക. ചിലപ്പോൾ വരാനുള്ള ഈ വർഷമോ അടുത്ത വർഷം ഇതിൻ്റെ മീറ്റിങ്ങിനകത്ത് ഇന്ത്യ ഇൻവൈറ്റ് മാത്രമായിരിക്കില്ല, G7 എന്നുള്ള G8 ആകും. ഇന്ത്യ അതിനകത്തൊരു പെർമനൻ്റ് മെമ്പറാകും. ഇനി അടുത്തൊരു കാര്യം പറയാം. നിങ്ങൾ മനസ്സിലാക്കുക, യുണൈറ്റഡ് നേഷൻ ഇല്ലാതായി. അമേരിക്ക കംപ്ലീറ്റ് പൈസ ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്തു. അവർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല. അവസാനം ഇന്ത്യ അത് ആലോചിച്ച് നോക്കി, ഏകദേശം $33 മില്യൺ ഇന്ത്യ കൊടുക്കേണ്ട ഇന്ത്യ കൊടുത്തു. കാരണം ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ലോകത്തൊരു ഇൻ്റർനാഷണൽ ഫോറങ്ങളും, അതായത് ഇൻഡിപെൻഡൻറ്റ് ഫോറങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ ഇല്ലാതാക്കി അമേരിക്ക. കംപ്ലീറ്റ് ആയിട്ട് യൂണിപോളാർ, അവർ നിശ്ചയിക്കും, അവർ നടത്തും. ഞാൻ കൃത്യമായിട്ടൊരു സംഭവം അറിഞ്ഞു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു സമയത്ത് ഇതേ വാക്ക് പാകിസ്ഥാനോട് ജോർജ് W. ബുഷ്, അതായത് മറ്റേ ബുഷിൻ്റെ മകൻ, അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പാകിസ്ഥാനോട് ഈ പറയുന്ന അൽ ഖൈദ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ, ടെറർ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പം, അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് മുഷറാഫിൻ്റെ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് 2 സൈഡിലും കൂടെ നിൽക്കാൻ പറ്റത്തില്ല, ഐദർ ഹിയർ ഓർ ദെയർ, അതായത് നിങ്ങൾ നടുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇന്ത്യയോടും അങ്ങോട്ട് നല്ല താക്കീത് കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുക, അമേരിക്കയുടെ കൂടെ പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ വിട്ടുപോവുക. അതിൻ്റെ പേരിൽ തന്നെയാണ് ട്രേഡ് ഡീൽ സൈൻ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദി കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് നടത്തിയ ഡീലാണ് ഈ ട്രേഡ് ഡീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും സംഭവങ്ങളും ഓരോ വെർട്ടിക്കൽസ് പുറത്ത് വരുമ്പോഴും, അതായത് അഗ്രികൾച്ചർ സെക്ടറിലാണെങ്കിലും ഡയറി സെക്ടറിലാണെങ്കിലും ഓരോ സെക്ടറിൻ്റെയും, അതായത് ഓട്ടോമൊബൈലാണെങ്കിലും 2 വീലറായ അതിൻ്റെ സെക്ടറാണെങ്കിലും വെഹിക്കിളിൻ്റെ ഓരോന്നും പുറത്ത് വരുമ്പോൾ അമേരിക്ക തീരുമാനിക്കുന്ന അനുസരിച്ച് ഇന്ത്യ പോയിക്കോണം. റഷ്യയോട്ട് വേണ്ട അത്രയേ ഉള്ളൂ. പിന്നെ ആ ടോപ്പിക്കിലോട്ട് വരുന്നത്, അതായത് കൃത്യമായിട്ട് ഇന്ത്യക്ക് വാണിംഗ് കൊടുത്തു. റഷ്യയോട് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ ചുംബിക്കുകയോ കാറിലൊക്കെ പോയിക്കോണം, പക്ഷെ ഒരൊറ്റ സാധനം വാങ്ങിപ്പോകരുത്. അതിനുകൊണ്ടാണ് ബേസ് ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത് 500 ബില്യൻ്റെ സാധനം ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങണം. ഇതാണ് അതിൻ്റെ അകത്ത് ബേസ് ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം ഓരോ വർഷം, വരാൻ പോകുന്ന 5 വർഷമാണ് ടൈം പീരീഡ് കൊടുത്തിരിക്കുന്നത്. ഓരോ വർഷം $100 ബില്യൺ വെച്ചാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൺ സൈഡഡ് ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് വൺ സൈഡഡ് ആണ്. ഇന്ത്യക്ക് യാതൊരു റോളുമില്ല. ഇത്രയും അടുപ്പം, മോദി അടുപ്പം ഉണ്ടായിരുന്നു മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതൊന്ന് ട്രംപിനാണെങ്കിൽ ഈ പറയുന്ന മോദിയെ 1% പോലും വിശ്വാസമില്ല. കാരണം മോദിയുടെ പല ചെയ്ത്തുകളും പരിപാടികളൊക്കെയാണ്. ആ വിശ്വാസക്കുറവിലാണ് ഈ പറയുന്ന ടാരിഫാണെങ്കിലും പ്യൂണിറ്റീവ് ടാരിഫാണെങ്കിലും ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള റെക്കഗ്നേഷൻ ആണെങ്കിലും ഇവർ ഗ്രാജുവലി എടുത്തങ്ങ് കളഞ്ഞ്. പാവം ഇന്ത്യക്കാർ അമേരിക്കയെ ജോലി ചെയ്യുന്നവർ വരെ അനുഭവിച്ചു. അതിനൊന്നും യാതൊരു തീരുമാനവും ആയിട്ടില്ല. ഇപ്പോൾ എല്ലാം സറണ്ടർ ചെയ്ത് സൈൻ ചെയ്തു. അതിനെ അവർ ട്വിസ്റ്റ് ചെയ്യാൻ നരേറ്റീവായിട്ട് പല വ്യാഖ്യാനങ്ങളും പത്രങ്ങളിലൊക്കെ ഫുൾ പേജ് പരസ്യം ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. കാരണം ഇന്ത്യയെ ചതിച്ചൊറ്റി കൊടുത്ത ഒരു പ്രധാനമന്ത്രി, ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ എന്നെ തെറി വിളിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനൊരു രാജ്യസ്നേഹിയാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിൽ ഞാനൊരു രാജ്യസ്നേഹിയായിരുന്നു. ആ സമയത്ത് പറയരുതായിരുന്നു. പക്ഷേ ഞാനത് പറഞ്ഞത് ഞാനൊരു ഓണസ്റ്റ് ജേർണലിസ്റ്റാണ്, അല്ലാതെ ഞാനൊരു കച്ചവടക്കാരനല്ല. പറയേണ്ട സംഭവം പറയേണ്ട രീതിയിൽ പറയേണ്ടടുത്ത് പറയണം. ഇല്ല എങ്കിൽ ഈ രാജ്യം മുന്നോട്ട് പോകത്തില്ല. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഈ കരാറിൽ നിന്നും പിന്മാറണം. അതായത് ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ
ഈ പറയുന്ന അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് വിട്ടുമാറണം. ഇന്ത്യയുടെ ഫാർമേഴ്സാണ് ഇന്ത്യയുടെ നെടും തൂണെന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയും ഒന്നുമില്ല. ഈ ഫാർമേഴ്സിന് ഒറ്റുകൊടുത്ത് ഒരു കരാർ ഇന്ത്യ അമേരിക്കയെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കും. അവസാനം പീയൂഷ് ഗോയൽ പറയുന്നത് ഓരോ പ്രോഡക്റ്റുമായിട്ട് കോട്ട സിസ്റ്റത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ കോട്ട സിസ്റ്റം എന്ന് പറയുന്ന ഓരോ വർഷത്തെ കോട്ട എന്ന് പറയുന്നത് 1-2 വർഷമേ ഉള്ളൂ. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുവാണ്. ഹാർലി ഡേവിഡ്സൺ, അതായത് അമേരിക്കൻ ബൈക്ക്, അതിന് ഇവിടെ 0 ടാരിഫിന് ഇത്ര കോട്ടയിൽ വന്നു കഴിഞ്ഞാൽ ഓരോ വർഷത്തെയാണ്. 2 വർഷം കഴിയുമ്പോൾ ഫുള്ളായിട്ടങ്ങ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇവിടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ 2 വീലേഴ്സ് ഉണ്ടാക്കുന്ന രാജ്യമേത് ഇന്ത്യയാണ്. അപ്പോൾ ഇവിടെ 2 വീലർ മേടിക്കുന്ന അതുമായിട്ട് 1-2 ലക്ഷത്തിൻ്റെ കൂടുതൽ തുകയ്ക്ക് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും ഹാർലി ഡേവിഡ്സനെ വാങ്ങത്തുള്ളൂ. ഇത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. കാരണം ഇന്ത്യൻ അർബൻ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വലിയ ദേശീയമൊക്കെ പറയും. പക്ഷെ പ്രോഡക്റ്റ് അമേരിക്കൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ സാധനമേ വാങ്ങത്തുള്ളൂ. അതിന് 10, 15, 25 രൂപ കൂടുതലാണെങ്കിൽ അതേ വാങ്ങത്തുള്ളൂ. അതിന് വലിയ വില കൂടുതലാണെങ്കിൽ വാങ്ങത്തില്ല. പക്ഷെ വില കുറച്ച് ഈ സാധനം ഇന്ത്യൻ മാർക്കറ്റിൽ അമേരിക്കൻ ആപ്പിൾ ആണെങ്കിലും ഈ പറയുന്ന ന്യൂസിലാൻഡ് ആപ്പിളും ഈ പറയുന്ന ചെറിയ വ്യത്യാസം, അല്ലെ 10, 15, 20 രൂപയാണ് കിലോയുടെ വ്യത്യാസം എന്ന് പറഞ്ഞ് അവൻ അതേ വാങ്ങത്തുള്ളൂ. ഇന്ത്യക്കാരൻ്റെ സ്വഭാവം അതാണ്. ഒരിക്കലും ഇന്ത്യക്കാരൻ ഇന്ത്യ എന്ന് പഠിക്കാൻ പുറത്തു പോയി കഴിഞ്ഞാൽ അവനവിടെ തിരിച്ചു വരാത്തതിൻ്റെ കാര്യം എന്ത്? കാരണം വലിയ ശതമാനം ഇന്ത്യക്കാർക്കും ഈ പറയുന്ന ഇന്ത്യൻ മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലുള്ളപ്പോഴേ ഉള്ളൂ. ഇന്ത്യക്ക് പുറത്ത് പോവുക ഇവനൊക്കെ ബീഫും കഴിക്കും. ഇവൻ പക്ക വെസ്റ്റേണിസമായിട്ട് ജീവിക്കുന്ന കക്ഷികളാണ് ഏറ്റവും കൂടുതൽ. ഞാൻ അതിനെ കുറ്റം പറയുമല്ല. പക്ഷെ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക്, അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് പോലും ഈ ഒരു ഡീല് അവർക്ക് പോലും താല്പര്യമില്ല. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം അവരുടെ ഇപ്പോൾ റൂട്ടാണ്. ആ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ട് മോദി എന്തിനാണിത് ചെയ്തത്? ഇപ്പോൾ പല ചോദ്യങ്ങളും ക്വസ്റ്റ്യനൊക്കെ വരുന്നുണ്ട്. ഇന്ത്യയുടെ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരിയെ പറ്റിയുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്. അത് എപ്സ്റ്റീൻ ഫയലുമായിട്ട് അനിൽ അംബാനിയെ പറ്റി പറയുന്നുണ്ട്. പറയാൻ ഒറ്റ കാര്യമുള്ളൂ, എന്തിനാണ് മോദി സറണ്ടർ ചെയ്തത്? ഇതിനകത്ത് വല്ലതുമുണ്ടോ? സ്പെക്കുലേഷൻ പല രീതിയിലാണ് പോകുന്നത്. പല ചോദ്യങ്ങളുണ്ടാകുന്നുണ്ട്. ഗ്ലോബലായിട്ട് മോദിയുടെ പേര് ചുറ്റിപ്പറ്റി പല ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു നോർമൽ മോദിയല്ല, ഗുജറാത്ത് ഭരിച്ച മോദിയല്ല, ഇന്ത്യയുടെ ആദ്യത്തെ 10 വർഷം ഇന്ത്യ ഭരിച്ച മോദിയല്ല. ഈ പറയുന്ന ഈ ഓപ്പറേഷൻ സിന്ദൂരൻ ട്രംപുമായിട്ട് ഉടക്കിയ ശേഷം മോദിക്ക് പലതും പിടികിട്ടിയിട്ടുണ്ട്. അത് മോദിയുടെ ഈ ബോഡി ലാംഗ്വേജിൽ അതൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആ ഒരു കരിഷ്മ, ആ പറയുന്ന ആവേശമൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ കാര്യം? എന്തുകൊണ്ടാണ് ഈ ഡീൽ സൈൻ ചെയ്തത്? ചോദ്യങ്ങളുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ചതിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ പോലും അവർ ഇന്ത്യയോട് സ്നേഹമുള്ളവരല്ല. ആ കാര്യത്തിൽ ഞാൻ RSSനെ ആണെങ്കിൽ സംഘ് പരിവാറിൻ്റെ പല അവരുടെ വിങ്സ് ആണെങ്കിൽ ആ പറയുന്ന സിസ്റ്റർ ഓർഗനൈസേഷൻ അവരോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അവർക്കൊരു ദേശീയതയുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിക്കും ആ ദേശീയതയുണ്ട്. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടിക്കും ആ ദേശീയതയുണ്ട്. ഈ ചതി, അതായത് ഇന്ത്യയുടെ പഴയകാല സുഹൃത്തായ റഷ്യയെ ചതിക്കുന്നു, മറ്റുള്ളവരെ ആരെയും വേണ്ട, അമേരിക്കയെ മാത്രം മതി. ഒറ്റ കാര്യം പറയാം, അമേരിക്കയുടെ കയ്യിലെല്ലാം കൂടി ഓടിച്ച് മടക്കി കൈകൊണ്ട് കൊടുത്താൽ ഒരിക്കലും ഊരാൻ പറ്റത്തില്ല. ഒറ്റ ചരിത്രം നിങ്ങൾ ഓർമ്മയിരുന്നാൽ മതി. കൊക്കക്കോളയും പെപ്സി കോളയും ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്ന ശേഷം ഇന്ത്യയിലുണ്ടായിരുന്ന കോളകൾ, നമ്മുടെ നാട്ടിൻ പുറത്തിലുണ്ടായിരുന്ന കോളകൾ, ആ കോളകളൊക്കെ അവിടെ പോയി. ഇത് മാത്രം ഉദ്ദേശിച്ചാൽ മതി. അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒറ്റ കമ്പനികൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവരുടെ കയ്യിലായിരിക്കും ഈ സംഭവം മുഴുവനും. അവരുടെ കയ്യിലായിരിക്കും ഇന്ത്യൻ അഗ്രികൾച്ചർ. കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് കാരണം. അത് അത്രമാത്രം അഗ്രസീവായിട്ടാണ് അവർ മുന്നോട്ട്, അത്രമാത്രം ടെക്നോളജി ഹൈ എൻഡാണ്. എന്തിനാണിത് ചെയ്തത്? അതായത് പെട്ടെന്ന് ഇത് ഷോർട്ട് ടൈം അല്ല, ഇത് ലോങ് ടൈം ഗെയിമാണ് അമേരിക്ക ചെയ്തത്. അമേരിക്ക ഒരിക്കലും ഷോർട്ട് ടൈമിൽ ഗെയിൻ എടുക്കത്തില്ല. അവരെല്ലാം ലോങ് ടൈം നോക്കി വെച്ചാണ്
ഇതിൻ്റെ പ്രയോജനമുണ്ട്. അത് ലോങ് ടൈം ആയിരിക്കും. പിന്നെ ഊരാൻ പറ്റാത്ത ആക്കിയെടുക്കും. ഏതായാലും റഷ്യക്ക് പണി കിട്ടി. ഇനി റഷ്യ നമുക്കിട്ട് പണിയുമോ? ഇതാണ് അടുത്ത ചോദ്യം. സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം റഷ്യൻ എക്യുപ്മെൻറ്റ്സ് ഏകദേശം 65-80% ഇന്ന് ഉപയോഗിക്കുന്ന റഷ്യൻ ഹാർഡ്വെയറാണ് ഇന്ത്യൻ മിലിറ്ററിയിൽ. അതിനൊരു സ്പെയർ പാർട്സ് തന്നില്ലെങ്കിൽ ഇത് പിന്നെ ആക്രി വിലയ്ക്ക് തൂക്കി വിൽക്കാനേ പറ്റത്തുള്ളൂ. അതായത് സുക്കോയ്ക്കാണെങ്കിലും MiG-29 ആണെങ്കിലും ഇതിൻ്റെ സ്പെയർ പാർട്സൊക്കെ റഷ്യ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാക്കി തരാമെന്നും വേറെ കരാറും ഉണ്ടായിരുന്നു. ഇതിനൊന്നും ഇനി വലിയ പ്രാബല്യത്തിലൊന്നും ഉണ്ടാവത്തില്ല. ഇതെല്ലാം ഏത് രീതിയിലാണ് ഇന്ത്യയെ ഡീപ്പായിട്ട് ബാധിക്കാൻ പോകുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് വരാൻ പോകുന്നത്. പക്ഷേ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മളെ ഇത് മോശമായ പ്രശ്നമുണ്ടാക്കിയിട്ട് നമ്മൾക്കിത് ഓവർകം ചെയ്യാൻ പറ്റുമോ, അതായത് നമ്മളെ ഇത് ഏതൊക്കെ രീതിയിൽ ബാധിക്കും, മറ്റൊരു വീഡിയോ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും.